നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അച്ചാറില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് നമ്മളിത് അവിടെ സ്വന്തം വീട്ടിലാണ് ഇട്ടുള്ളത്. ഇവിടെ കുറേ മാങ്ങ ഉണ്ട്, കുറേ മാങ്ങ താഴെയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് മാങ്ങ പറിച്ചെടുക്കാനാണ്. ഇത് നമ്മൾ സദ്യയിലേക്ക് വിളമ്പുന്ന ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറില്ലേ, അതാണ് കേട്ടോ ഒന്ന് തയ്യാറാക്കുന്നത്. ഇപ്പോൾ മാങ്ങ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടൊരു സീസണാണ്. അപ്പോൾ മാങ്ങ കിട്ടാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മാങ്ങ എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ സ്വാദിഷ്ടമായ സദ്യ സ്റ്റൈല് ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ മാങ്ങ കഥ വളരെ നൈസാക്കി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ. അതിൻ്റെ കൂടെ ഞാൻ മുളക് പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ ഇനി കൂടുതലുണ്ടെങ്കിൽ മുളക് പൊടിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുക്കാം. ഇനി വളരെ കുറവാണെങ്കിൽ കുറച്ച് എടുക്കാം. നന്നാക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് സെറ്റാവണില്ല. ഞാൻ കൈ വെച്ചിട്ട് നന്നാക്കി മിക്സാക്കാൻ പോവാണ്. കൈ കൊണ്ട് നന്നാക്കി കുഴച്ചപ്പോൾ മാങ്ങ നന്നാക്കി സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും മുളകും ഒക്കെ എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഈ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടി ചെയ്തെടുക്കാണ്ട്. ഞാനിത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായതിന് ശേഷം നമുക്കൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഞാൻ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ എണ്ണ മതി. അപ്പോൾ ഓവർ എണ്ണ ഉണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു 1/2 സ്പൂൺ കടുകും ഒരു 8 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചും ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് വളരെ ചൂടോട് കൂടി തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഉലുവയും കായും നന്നാക്കി റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 1/2 സ്പൂൺ ഉലുവാപ്പൊടി, 1/4 സ്പൂണ് കായ്പ്പൊടിയും കൂടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പുളി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. എന്നിട്ട് 2 സ്പൂണ് മാത്രം വിനാഗിരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓൺ ദ സ്പോട്ടിൽ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.